നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇപ്പോൾ വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയെ പീഡിപ്പിച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം. എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഉപാധിയോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത്. ഇതോടെ ദിവസങ്ങളായി ഒളിവിൽ കഴിയുന്ന രാഹുലിന് കേരളത്തിലേക്ക് എത്താൻ കഴിയും. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ അറസ്റ്റും തടഞ്ഞിരുന്നു. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, ആദ്യത്തെ കേസിൽ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടയുന്നു. രണ്ടാമത്തെ കേസിൽ, അതായത് ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വന്നിരിക്കുന്നത്. എന്താണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉത്തരവിൽ, കോടതിയുടെ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നത് എന്താണ്? ടോം, ഗുരുതരമായ ആരോപണം തരുന്ന കോൺഗ്രസിന്റെ MLA, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം ജയിലിലേക്ക് പോവില്ല എന്നതാണ് ഈ രണ്ട് കോടതി ഉത്തരവുകളും രണ്ട് കോടതി തീരുമാനങ്ങളും രാഹുലിന് അനുകൂലമാക്കുന്നത്. ഇന്ന് രണ്ടാമത്തെ കേസാണ് തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ആ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി രാഹുലിന് ജാമ്യം അനുവദിക്കുകയാണ്, മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത്. മുൻകൂർ ജാമ്യം മാത്രമാണ്, പക്ഷേ കേസിൽ നിന്ന് കേസ് ഇല്ലാതാവുന്നില്ല. കേസിന്റെ തുടർ നടപടികൾ ആയി മുന്നോട്ട് പോവാം. പക്ഷേ പോലീസിന് മുന്നിലെത്തിയാലും അത് അറസ്റ്റിലേക്ക് പോവില്ല എന്നതാണ്. അറസ്റ്റ് എന്നത് ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്, ജയിലിലേക്ക് പോവേണ്ടി വരില്ല എന്നത് മാത്രമാണ് സംഭവിക്കുന്ന കാര്യം. അതായത് രാഹുലിന് തീർച്ചയായും ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഗുരുതരം ആരോപണമാണെങ്കിലും എന്തുകൊണ്ട് ഈ കേസിൽ ജാമ്യം കിട്ടി എന്ന വാദമാണ്. പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്തിരുന്നു. പക്ഷേ ഈ കേസിന് കേസ് കോടതിയിലെത്താൻ കാലതാമസം എത്തി എന്നത് തന്നെയാണ് പ്രധാന കാരണമായി കാണുന്നത്. ഒരുപക്ഷെ കോടതി ഈ തീരുമാനത്തിലേക്ക് എത്തിയതും അതുകൊണ്ട് കൂടിയാവാം. അത്തരമെന്തെങ്കിലും പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. ആദ്യ കേസിനേക്കാൾ കൂടുതൽ വലിയ വകുപ്പുകളും കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമാണ് രണ്ടാമത്തെ കേസിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ ആദ്യ കേസിനേക്കാൾ കൂടുതൽ കാലതാമസം ഉണ്ടായി. 2023-ൽ, അതായത് ഏകദേശം 1.5 വർഷത്തോളം കാലതാമസം ഉണ്ടായാണ് ഈ കേസ് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ടുകൂടി ആ കാലതാമസം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നതിന് ഘടകമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും എല്ലാ തിങ്കളാഴ്ചകളും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക എന്നതാണ് രാഹുലിന് മുന്നിലുള്ള വെല്ലുവിളി. അതാണ് ഇപ്പോൾ നിബന്ധനയായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് അവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റുകളും ഒരു പ്രസ്താവന മാധ്യമങ്ങൾക്കടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവയ്ക്കരുത് എന്ന കർശനമായ നിബന്ധനകൾ കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് സാക്ഷികളെയോ അല്ലെങ്കിൽ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന മറ്റു ഒരു ഇടപാട് നടത്തരുത്, അന്വേഷണ സംഘവുമായി പൂർണ്ണ സഹകരിക്കണം എന്നതൊക്കെയാണ് കോടതി നിബന്ധനകളായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന തിങ്കളാഴ്ച അന്വേഷണ സംഘം മുമ്പാകെ രാഹുലിന് ഹാജരാവേണ്ടി വരും. ഇതോടുകൂടി രാഹുൽ ഇന്നത്തെ ദിവസത്തോടുകൂടി ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. രണ്ടാഴ്ചയിലധികം നീണ്ട ഒളിവ് ജീവിതത്തിന് പരിസമാപ്തിയാകുന്നു എന്നല്ലേ സജിത്ത് മനസ്സിലാക്കേണ്ടത്? വരുന്ന തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണമെന്ന നിർദ്ദേശമുണ്ട്. സ്വാഭാവികമായും ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരിക്കും: കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയായിരുന്നു? കർണാടകയിലാണ് ഒളിവിൽ കഴിയുന്നതെന്ന് പോലീസിന് വ്യക്തമായ വിവരങ്ങളുണ്ട്. അവിടുത്തെ പോലീസുകാർ, അതായത് കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടിയാണ്, ഒത്താശയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നെന്ന വിമർശനം, ആരോപണങ്ങൾ ഭരണപക്ഷം CPM ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകുമ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം ഒന്നതായിരിക്കും: രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതാരാണെന്ന്. സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിന് കൂടി ഉണ്ടാകില്ലേ സജിത്ത്?
ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത്, ആരാണ് സഹായം ചെയ്തത്? കർണാടകയിലാണെങ്കിൽ അവിടുത്തെ സർക്കാരിന്റെയോ കോൺഗ്രസ് നേതാക്കളുടെയോ സഹായം കിട്ടിയില്ലേ? അതല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ആരുടെ സഹായത്തിലാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന വലിയ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം തീർച്ചയായും രാഹുൽ തന്നെ നൽകേണ്ടതാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ വരുമ്പോൾ ആ ചോദ്യം ഉയരുമോ എന്നതും പ്രസക്തമായ ഒരു കാര്യമാണ്. നമുക്ക് ആദ്യം അറിയാനുള്ളത് രാഹുലിന് വരുന്ന തിങ്കളാഴ്ചയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തേണ്ടത് കോടതിയുടെ നിബന്ധന പ്രകാരം. അതിനു മുമ്പായി രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമോ, അതല്ല തിങ്കളാഴ്ച നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലേക്കാണോ എത്താൻ പോകുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ സാങ്കേതികമായി ഇനി രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല കോടതി നിർദ്ദേശപ്രകാരം. അങ്ങനെയെങ്കിൽ രാഹുലിനെ സ്വാഭാവികമായും ഫ്രീ ആയി നടക്കാം. പുറത്തേക്ക് വന്നാലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വേണമെങ്കിൽ സജീവമാകാം. അതിനൊന്നും മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. നാളെ വേണമെങ്കിൽ വോട്ട് ചെയ്യാനും രാഹുലിന് എത്താവുന്നതാണ്. അങ്ങനെയെങ്കിൽ നാളെ പാലക്കാട് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമോ എന്ന പ്രസക്തമായ ഒരു ചോദ്യം കൂടിയുണ്ട്. ഇതിന് വ്യക്തത വരുത്തേണ്ടത് രാഹുൽ തന്നെയാണ്, രാഹുലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ്. അതിനവർ തയ്യാറാകുമോ? ഇന്ന് രണ്ട് കോടതിയിൽ നിന്നും അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമോ, ഒളിവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യമാണ്. വേണമെങ്കിൽ തിങ്കളാഴ്ചയ്ക്ക് ഇറങ്ങാം, അതല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിലും രാഹുലിന് പുറത്തേക്ക് വരാം. സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന് അതിന് മറുപടി പറയേണ്ടി വരും. അതിനൊക്കെ രാഹുൽ തയ്യാറാകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുമ്പോൾ വേണമെങ്കിൽ അവർക്ക് ഒരു ദിവസം പൂർണ്ണമായി എത്ര സമയം വേണമെങ്കിലും ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ അത് അറസ്റ്റിലേക്ക് പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. സാങ്കേതികമായി അറസ്റ്റ് ചെയ്യാം, പക്ഷേ ജയിലിലേക്ക് വിടാൻ കഴിയില്ല എന്നതാണ് മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ രാഹുലിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന കോടതി വിധി. പക്ഷേ അന്വേഷണത്തിന് മറ്റൊരു തടസ്സവുമില്ല. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ദിവസത്തെ ചോദ്യം ചെയ്യൽ മതിയാവുന്നില്ലെങ്കിൽ മറ്റൊരു ദിവസം വീണ്ടും വരാൻ ആവശ്യപ്പെടാം. അങ്ങനെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതിന് മറ്റൊരു തടസ്സവുമില്ല എന്നതാണ് സാഹചര്യം. ടോം, ഇത് രണ്ടാമത്തെ കേസിന്റെ കാര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ ആദ്യ കേസിലെ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ അതും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ സംഘം അത് രൂപീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ആ കേസിലും കൂടി രാഹുലിന് മുന്നിൽ കുരുക്കായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ട് കേസിലും സാങ്കേതികമായ നിലവിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം രാഹുലിന് അറസ്റ്റ് ചെയ്യാനാവില്ല. രാഹുലിന് അറസ്റ്റ് എന്ന ഭീഷണി, ജയിലിലേക്ക് പോകുമെന്ന ഭീഷണി മുന്നിലില്ല. പക്ഷേ രണ്ട് കേസിലും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുമെന്നതാണ്. അതൊരു പക്ഷേ മണിക്കൂറുകളൊന്നും നീളുന്ന ചോദ്യം ചെയ്യലായി മാറിയേക്കാം. ഇക്കാര്യങ്ങളൊക്കെ രാഹുലിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കേണ്ടി വരും. ഇപ്പോൾ ജാമ്യ ഹർജിയിലൂടെയാണ് രാഹുൽ കോടതിക്ക് മുമ്പാകെ തന്റെ നിലപാടെടുത്തിരിക്കുന്നത്. വ്യാജ ആരോപണങ്ങളാണ്, വ്യാജ തെളിവുകളാണ്, നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ ഈ നീക്കം എന്ന വാദമൊക്കെ ജാമ്യ ഹർജിയിലൂടെ കോടതിക്ക് മുന്നിലേക്കാണ് രാഹുൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ വിധേയനാവേണ്ടി വരും. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന കാര്യം കൂടിയുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഈ രണ്ട് കേസിലും പ്രാഥമികമായ വിവരശേഖരണം പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം നടത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ ഒളിവിലായിരുന്ന കാലഘട്ടത്തിലും ചില പ്രധാനപ്പെട്ട തെളിവ് ശേഖരണമൊക്കെ അന്വേഷണ സംഘങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും രാഹുലിന് മുന്നിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും എന്ന സാഹചര്യം കൂടി നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായും ഈ രണ്ട് കേസുകളും ഏറെ ഗുരുതര സ്വഭാവമുള്ള കേസാണ്. സജിത്ത്, ഇവിടെ നമുക്കറിയാം ആദ്യത്തെ കേസിൽ ബലാത്സംഗം മാത്രമല്ല, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലായിരുന്നു, മൊഴിയാണ് ആ പെൺകുട്ടി നൽകിയതെങ്കിൽ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക വൈകൃതം തുറന്നു കാട്ടുന്നതാണ്. കാരണം അങ്ങേയറ്റം ക്രൂരമായി ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യുകയാണ്, റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗികമായി ചൂഷണം ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ശരീരമാസകലം മുറിവേൽപ്പിച്ചു. അങ്ങനെ ഏറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയുടെ മൊഴിയിലുള്ളത്. പക്ഷേ ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു വിവാദമൊക്കെ ഉയർന്നു വന്ന ശേഷമാണ് ഈ വെളിപ്പെടുത്തലുമായി, പരാതിയുമായി പെൺകുട്ടി രംഗത്തെത്തിയത് എന്ന സംശയമൊക്കെ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ, രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ ഈ കാലതാമസമൊക്കെ ഒരു പക്ഷേ ഒരു തിരിച്ചടിയായി കാണുമോ? അതായത് രാഹുലിന് അനുകൂലമായി കാണുമോ? കാരണം നമുക്കറിയാം ഈ സമീപകാലത്ത് മുകേഷിൻ്റെ കേസ്, മറ്റ് സിനിമാ മേഖലയിലുള്ളവർ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന പല കേസുകളിലും ഉണ്ടായതും, അതോടൊപ്പം വേടൻ്റെ കേസിൽ സംഭവിച്ചത്, വിജയ് ബാബുവിൻ്റെ കേസിൽ സംഭവിച്ചതൊക്കെ സമാനമായ രീതിയിലുള്ള ഒരു നിയമക്കുരുക്കുകൾ, അല്ലെങ്കിൽ നിയമത്തിൽ ചില ഒരു പഴുതുകളായിരുന്നു ഈ കേസിൽ നിന്നൊക്കെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ കോടതിയിൽ നിന്നും ഈ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള കാരണമായത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനും അനുകൂലമായത് ഇതൊക്കെ തന്നെ ആയിരിക്കുമോ?
ഈ കേസിൽ ടോം സൂചിപ്പിച്ചതാണ് ഒരു കാരണമായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് രണ്ട് പരാതിയിലും കാലതാമസമുണ്ടായി പരാതി ഉന്നയിച്ചതിന്. ഏറ്റവും പ്രധാനമായും ആരോപണങ്ങൾ കൂടുതൽ ശക്തമാണ്, ഒരുപക്ഷെ കൂടുതൽ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതിന്റെ കാരണം ഈ പരാതി വൈകിപ്പോയി എന്ന ഘടകം തന്നെയാവാം. സാധാരണ സെഷൻസ് കോടതിയും മറ്റും കേസ് ആദ്യം പരിഗണിക്കുന്ന കോടതിയും മറ്റും അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുകൂടി മുൻകൂർ ജാമ്യം നൽകുക എന്നതാണ് പൊതു രീതി എന്നതാണ് മനസ്സിലാവുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക എന്നതാണ് നിയമവിദഗ്ധനും പങ്കുവെക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ സമാനമായ നമുക്ക് ഉദാഹരിക്കാവുന്ന മറ്റു ചില കേസുകളിലും സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത് കേസന്വേഷണത്തിന് തടസ്സമാവുന്നില്ല. ഇനി മുൻകൂർ ജാമ്യം കിട്ടിയില്ല, അനുവദിച്ചിരുന്നില്ലെങ്കിൽ രാഹുലിനെ ഏത് സമയവും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്ത് വീണ്ടും അത് കോടതി ജഡ്ജിന് മുന്നിൽ ഹാജരാവേക്കേണ്ടി വരും. ഒരുപക്ഷെ അത് കസ്റ്റഡിയിലേക്കോ അതല്ലെങ്കിൽ ജയിലിലേക്കോ പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇയാളെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന പോലീസിന്റെ വാദമാണ് അങ്ങനെയെങ്കിൽ അംഗീകരിക്കപ്പെടുക. പക്ഷേ ഇവിടെ അറസ്റ്റ് തടയപ്പെടുന്നു, അതായത് ജയിലിലേക്ക് പോകുന്നത് തടയപ്പെടുന്നു. പക്ഷേ എത്ര മണിക്കൂർ വേണമെങ്കിലും അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാവുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതിന് തടസ്സം ഇല്ല എന്നതാണ് ഈ കേസിൽ സംഭവിക്കുക. എന്തായാലും തിങ്കളാഴ്ച ഹാജരാവുന്ന രാഹുലിനെ ഈ ചോദ്യങ്ങൾ കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കി അന്വേഷണ സംഘത്തിന് തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്. ഈ പരാതി വൈകലും മറ്റും ഈ ചോദ്യം ചെയ്യലിലോ തുടരന്വേഷണത്തെയോ സ്വാധീനിക്കില്ല. പക്ഷേ അത് മുൻകൂർ ജാമ്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിയമവിദഗ്ധരും ആ സൂചന തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും സജിത്ത്, ഇനി അറിയേണ്ടത് ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കമാണ്. കാരണം രണ്ട് പരാതികളുണ്ട്, രണ്ട് കേസുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അതിലൊന്ന് അല്പം കൂടി ഗുരുതര സ്വഭാവമുള്ളതാണ്, ഗർഭചിത്രം നടത്തിയതാണ്. അതിൽ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല, താൽക്കാലികമായ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയൊരു സാഹചര്യമുണ്ട്. ഏത് കേസിലായിരിക്കും പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യം ചോദ്യം ചെയ്യുക? ഒരുപക്ഷെ ആദ്യത്തെ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടായ ശേഷം മാത്രമായിരിക്കുമോ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ? ടോമ, വളരെ പ്രസക്തമാണ് ആ വിഷയം. കാരണം രാഹുൽ എപ്പോൾ ഒളിവ് ജീവിതം അവസാനിപ്പിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി ഈ കേസുമായി, ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം രാഹുലിന് ആദ്യം ഹാജരാവേണ്ടി വരിക ഇപ്പോഴത്തെ കോടതി നിർദ്ദേശമനുസരിച്ച് രണ്ടാമത്തെ കേസിലായിരിക്കും. പക്ഷേ അന്വേഷണ സംഘത്തിന് അതിന് മുമ്പ് തന്നെ ആദ്യത്തെ കേസ് വേണമെങ്കിൽ പ്രസ് ചെയ്യാൻ കഴിയും. അതായത് തിങ്കളാഴ്ച ഹാജരാവണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കേസിലാണ്. ആദ്യത്തെ കേസിൽ രാഹുലിന് അത്തരം നിർദ്ദേശങ്ങളൊന്നും കൈമാറിയിട്ടില്ല. കാരണം അതിൽ തീർപ്പാക്കാൻ ഹൈക്കോടതിക്ക് മുന്നിൽ ഇപ്പോഴും തീർപ്പാക്കാൻ നിൽക്കുകയാണ് ആ കേസ് എന്നതാണ് സാഹചര്യം. ഒരുപക്ഷെ അതിനു മുമ്പ് ഇതിൽ തീർപ്പാകും എന്നത് കരുതുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ മൂവ്മെന്റ് ആ തരത്തിൽ കൂടി ഒരുപക്ഷെ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ഈ തിങ്കളാഴ്ച ഹാജരാവേണ്ട രാഹുലിന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയുടെ ആ നടപടിക്രമങ്ങളിലും ഒരു വ്യക്തത വന്നേക്കാം. സ്വാഭാവികമായും അതിനുശേഷമായിരിക്കും അങ്ങനെയെങ്കിൽ രാഹുൽ അന്വേഷണ സംഘത്തിനും ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചും പുറത്തു വരാനുള്ള സാധ്യത. ഈ രണ്ട് കാര്യങ്ങളിലും ഒരുപക്ഷെ രാഹുലിന്റെ ഇനിയുള്ള മണിക്കൂറുകളിലെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. സാങ്കേതികമായി രാഹുലിന് ഇപ്പോൾ ജയിലിൽ പോവേണ്ട സാഹചര്യമില്ല, ഒളിവ് ജീവിതം അവസാനിപ്പിക്കാം. കോടതിയുടെ നിയമത്തിന്റെ പിന്തുണ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അത് കിട്ടിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. തിങ്കളാഴ്ച മാത്രം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാൽ മതി. അത് രണ്ടാമത്തെ കേസിലാണ്. ആ ദിവസം വരെയും രാഹുലിന് ഫ്രീ ആയി നടക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ആദ്യ കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ്. സ്വാഭാവികമായി അതിൽ അറസ്റ്റും കോടതി തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനിടയിൽ തീർപ്പുണ്ടായാൽ രാഹുലിന് സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ ആദ്യ കേസിൽ തന്നെ വരേണ്ടി വരും എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് രാഹുലിന്റെ നീക്കം പ്രധാനപ്പെട്ടതാണ്. രാഹുൽ തന്നെയാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ടത്. രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് ഒളിവിൽ? അങ്ങനെയെങ്കിൽ പുറത്തു വരുമോ? ഇന്ന് രണ്ട് കേസുകളിലും അനുകൂലമായി മുൻകൂർ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഇനി ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമോ, അതല്ല തിങ്കളാഴ്ച മാത്രമേ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുമോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും. വ്യക്തമാണ്. ടി ജി സജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. പക്ഷേ ഇനി അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് തിരികെ എത്തും. കാരണം തിങ്കളാഴ്ച വരെയും സമയമുണ്ട്. തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായാൽ മതി. അതിനു മുൻപ് ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ? അവിടെയും പല ചോദ്യങ്ങളും ബാക്കിയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാണ് ഇത്രയും ദിവസം
ഒളിവിൽ കഴിയാൻ സഹായിച്ചത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ എത്തിക്കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണമുണ്ടാകാം. പോലീസിൻ്റെ നടപടികളും ശ്രദ്ധേയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വിധി പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കാനിറങ്ങി ഒടുവിൽ നിയമക്കുരുക്കിലായ രാഹുൽ ഈശ്വറിൻ്റെ കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ നാളെ രാവിലെ വരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അതിനിടെ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്ക് ആശ്വാസം. ഈ മാസം 15 വരെയും സന്ദീപിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ ഏറ്റവും ഒരു വിചിത്രമായിട്ടുള്ള കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയിരിക്കുന്നു. പക്ഷേ രാഹുലിനെ രക്ഷിക്കാനിറങ്ങി നിയമക്കുരുക്കിലായ രാഹുൽ ഈശ്വർ കോടതി കയറി ഇറങ്ങുന്നു, ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ ജാമ്യാപേക്ഷയെല്ലാം തള്ളുന്നു. ഒടുവിൽ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എന്താണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം? ഇപ്പോൾ കസ്റ്റഡി നാളെ രാവിലെ വരെയും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് രാഹുൽ ഈശ്വർ. എന്തായിരിക്കും നടപടികൾ? കാരണം ചോദ്യം ചെയ്യലല്ല പ്രധാനമായിട്ടും വേണ്ടത്, തെളിവുകൾ കണ്ടെത്തുക. അതിനപ്പുറം, കാരണം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയപ്പോൾ വിശദമായ രീതിയിലുള്ള ഈ തെളിവ് ശേഖരണമൊക്കെ ഉണ്ടായതല്ല. ഇപ്പോഴത്തെ ഈ നടപടിക്ക് പിന്നിൽ എന്തായിരിക്കും? ടോം പറഞ്ഞതാണ് ഏറ്റവും വൈരുദ്ധ്യം എന്ന് പറയാൻ കഴിയില്ല. കാരണം പീഡിപ്പിച്ച ആൾ രണ്ട് ബലാത്സംഗ കേസുകളിലെ പ്രതി പുറത്ത് നടക്കുന്നു. ഒളിവിലാണെങ്കിൽ പോലും ജയിലിലല്ല. പക്ഷേ അയാളെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നയാളാണിപ്പോൾ ജയിലിലാവുന്ന മാത്രമല്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. തീർത്തും അതൊരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഏതായാലും രാഹുൽ ഈശ്വർ ഇനിയും കസ്റ്റഡിയിൽ തുടരും. ഇന്ന് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ കൊണ്ടുവന്ന പോലീസ് കസ്റ്റഡി വിട്ടുകൊടുത്തിട്ട് നാളെ രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. അതിന് കാരണമായി പോലീസ് പറയുന്നത്, നേരത്തെ തന്നെ ഇയാളുടെ ജാമ്യം നൽകണമെന്ന് ആവശ്യം വന്നപ്പോൾ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. കസ്റ്റഡി ആവശ്യപ്പെട്ടാൽ പിന്നീട് കസ്റ്റഡി അപേക്ഷ തീർപ്പാകുന്നതുവരെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കഴിയില്ല. കസ്റ്റഡി ആവശ്യപ്പെടാൻ കാരണം രാഹുൽ ഈശ്വർ നേരത്തെ കസ്റ്റഡി ഉണ്ടായിരുന്നപ്പോൾ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഈശ്വർ പ്രതിഷേധത്തിലായിരുന്നു. ഈ അറസ്റ്റിൽ ജാമ്യം കിട്ടാത്തവരൊക്കെ പ്രതിഷേധിച്ച് നിരാഹാര സമരത്തിലായിരുന്നു. ആ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് അടക്കം നൽകാൻ രാഹുൽ തയ്യാറായതിനത് പരാതി കൂടി നേരത്തെ പോലീസ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യണം, ഈ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് രാഹുലിൻ്റെ കസ്റ്റഡിയിലേക്ക് വീണ്ടും പോലീസ് ആവശ്യപ്പെട്ടത്. ഏതാണ്ട് 24 മണിക്കൂറോളം രാഹുലിനെ വീണ്ടും പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. നാളെ 11 മണിക്ക് കോടതി ചേരുന്നത് വരെ രാഹുലിനെ ചോദ്യം ചെയ്യാൻ, വിവരങ്ങൾ തേടാൻ പോലീസിന് കഴിയും. ആ ഒരു കാര്യത്തിനാണ് ലാപ്ടോപ്പിൽ നിന്ന് വരെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. നേരത്തെ ഒരു സത്യവാങ്മൂലം എല്ലാം തെറ്റേറ്റു പറഞ്ഞുകൊണ്ട് ഇനി ആവർത്തിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ കോടതിയിൽ സത്യവാങ്മൂലമൊക്കെ നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ പരിഗണിക്കാതെയാണ് കോടതി ജാമ്യ അപേക്ഷ നേരെ തള്ളിക്കളഞ്ഞത്. ഏതായാലും ഇപ്പോൾ രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടു കഴിഞ്ഞു. കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ അപ്പോൾ ഈ ജാമ്യാപേക്ഷയും പരിഗണിച്ചേക്കാം. എങ്കിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ തുറന്നു വരും. ഏതായാലും നിലവിൽ രാഹുൽ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ ഈശ്വറിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷം അരുണേ, രാഹുൽ ഈശ്വറിന് കുരുക്കായത് അയാളുടെ ഒരു അമിത ആത്മവിശ്വാസമാകില്ലേ? കാരണം നമുക്കറിയാം, നിയമവിദഗ്ധനാണ്, അഭിഭാഷകനാണ്. താൻ ഇത്തരം നിയമപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിജീവിതയെ അപമാനിച്ചില്ല, അവരുടെ പേര് പറഞ്ഞില്ല, അതല്ലാതെ പേരെടുത്തു പറയാതെ തുടർച്ചയായി അപമാനിച്ചു കൊണ്ടിരുന്നു. അതൊന്നും ഈ കേസിൻ്റെ പരിധിയിൽ വരില്ല. താൻ ഈ സൈബർ കുരുക്കിൽ അല്ലെങ്കിൽ സൈബർ കേസുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കിൽ പെടില്ല എന്നൊക്കെ ആത്മവിശ്വാസമുണ്ടായിരുന്ന രാഹുൽ ഈശ്വർ. മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ വന്നപ്പോഴുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ആ തെളിവ്, അതായത് ആ ലാപ്ടോപ്പ് അവിടെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നു. അതായത് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം അഡ്മിൻ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, അതായത് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇതൊക്കെ ഇയാൾക്ക് കുരുക്കാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി എന്തായിരിക്കും നടപടി? കാരണം നാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതിനുശേഷം, അതായത് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നും ഈ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് കൈമാറുകയും തെളിവുകൾ ലഭിക്കുകയും ചെയ്താൽ, പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചാൽ, പിന്നെ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യത്തെ എതിർക്കുന്നൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അതിന് സാധ്യതയില്ല. കാരണം രാഹുൽ ഈശ്വറിനെ തിരിച്ചടിയായെന്ന് എല്ലാവരും പൊതുവിൽ കരുതുന്നത് രാഹുലിൻ്റെ ഈ അമിത
ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അബദ്ധവിശ്വാസങ്ങളോ ഒക്കെ ആയിരുന്നു. രാഹുലിനെ പോലീസ് കസ്റ്റഡി എടുക്കാൻ വന്നപ്പോൾ പോലും രാഹുൽ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടത് തന്നെ വലിയ നിയമവൃത്തങ്ങളിലുമൊക്കെ വലിയ കൗതുകം ഉണർത്തിയതാണ്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ലാപ്ടോപ്പ് എൻ്റെ പക്കലുണ്ട് പക്ഷേ കൊടുക്കില്ല, ഒളിച്ചു വയ്ക്കുന്നു പറയുന്നു. അത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. അത് രാഹുൽ തന്നെ സ്വയം വരുത്തിവെച്ച ഒരു വിനയായി കുരുക്കായി മാറുകയായിരുന്നു രാഹുൽ ഈശ്വറിന്. അത് കോടതിയിൽ വന്നപ്പോൾ കോടതിയിൽ രാഹുലിൻ്റെ ഒരുപക്ഷെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളൊക്കെ ഉണ്ടായതുള്ളൂ എന്ന് വിലയിരുത്തുന്നവരുണ്ട്. കോടതിക്ക് ജാമ്യം നൽകാവുന്ന കുറ്റങ്ങളായിരുന്നു. പക്ഷേ അവിടെ രാഹുൽ കുറച്ചുകൂടി അബദ്ധം കാണിച്ചു. കോടതിയിൽ പ്രതിക്കൂട്ട് നിൽക്കുമ്പോൾ അഭിഭാഷകൻ സംസാരിക്കുന്നതിന് കൂടുതൽ സംസാരിച്ചത് രാഹുൽ ഈശ്വറായിരുന്നു. കോടതിയിൽ സ്വയം വാദിക്കാൻ ശ്രമിച്ചു. അതുമാത്രവുമല്ല, ഈ തൻ്റെ ഭാഗം പറയാൻ വലിയ രീതിയിൽ അവിടെ ബഹളമുണ്ടാക്കി രാഹുൽ ശ്രമിച്ചു. കോടതി നടപടികളോട് നിയമത്തോട് സഹകരിക്കുന്നതിന് പകരം ജയിലിൽ പോകുമ്പോഴും ഒരു പ്രതിഷേധ രൂപത്തിലാണ് രാഹുൽ ഇടപെട്ടത്. നിരാഹാര സമരമാണെന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമ കസ്റ്റഡിക്കുന്ന ആൾ സ്വാഭാവികമായും മാധ്യമോട് സംസാരിക്കാൻ പാടില്ല. പക്ഷേ പലപ്പോഴും അതൊക്കെ മറികടന്നുകൊണ്ട് രാഹുൽ ഒരു പുറത്ത് കാണിക്കുന്ന ഒരു ഷോ തന്നെ പോലീസ് കസ്റ്റഡിയിലും ഒരുപക്ഷെ കോടതിയിലുമൊക്കെ കാണിച്ചു എന്നാണ് ഈ അഭിഭാഷകരും മറ്റും പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെയാണ് രാഹുൽ ഈശ്വറിന് തിരിച്ചടി. അതുകൊണ്ട് തന്നെയാണ് ഈ യഥാർത്ഥ പ്രതി ഇപ്പോൾ പുറത്ത് വിലസുമ്പോഴും പ്രതിയെ പിന്തുണച്ച് വന്ന പ്രതിയെ സാമൂഹ്യ മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ച രാഹുൽ ഈശ്വർ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലും ജുഡീഷ്യൽ കസ്റ്റഡിയുമായി മാറി തുടരുന്നതിന് കാരണം അയാളുടെ ഈ തീർത്തും അബദ്ധം നിറഞ്ഞ നിലപാടുകളും ഈ നീക്കങ്ങളും തന്നെയാണ്. ടോം, തീർച്ചയായും അതോടൊപ്പം അറിയേണ്ടത് സന്ദീപ് വാര്യരുടെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ്. കാരണം ഈ കേസിൽ 4ാം പ്രതിയാണ്, ഈ സൈബർ അധിക്ഷേപ കേസിൽ 4ാം പ്രതിയാണ്. ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ഉള്ള കാരണം സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്കിലെ പോസ്റ്റാണ്. അതായത് അന്ന് വിവാഹത്തിൽ പങ്കെടുത്ത ആ അതിജീവിതയുടെ വിവാഹത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ്. അതായത് അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതാണ് അതിൽ പ്രധാനമായും ഒരു ആക്ഷേപമായി നിലനിൽക്കുന്നത്. അവിടെ സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വറും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയത്. ഇപ്പോൾ പക്ഷേ സന്ദീപ് വാര്യർക്ക് ആശ്വാസകരമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. ഈ മാസം 15 വരെയും അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്നായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള ഒരു തീർപ്പ് അല്ലെങ്കിൽ അതിലുള്ള വിധി കൂടുതൽ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? അതോ 15-ാം തീയതി കേസ് പരിഗണിക്കുമോ? 15-ാം തീയതി ആ കേസിലെയും വിധി വരാൻ തന്നെയാണ് സാധ്യത. അതിൽ പ്രധാന പ്രതിയിലുള്ള ഒരാൾ രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ സ്വാഭാവികമായും കസ്റ്റഡിയിലുണ്ട്. മറ്റു പ്രതികളെയും 1-ാം പ്രതി അടക്കമുള്ളവർക്കും ഈ 15 വരെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സം അറിയിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ സന്ദീപ് വാര്യർക്കും കേസിൽ അനുകൂല വിധി ഉണ്ടായിരിക്കുന്നത്, അനുകൂല ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യില്ല. 15-ാം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമോ അന്തിമ വിധിയോ ഉണ്ടാകാനും ഇടയുണ്ട്. സന്ദീപ് വാര്യർ പ്രധാനമായും നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടൊരു ചിത്രമാണ്. അത് ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടതല്ല. ആ സമയത്ത് ചിലർ അത് പ്രചരിപ്പിക്കുക, തനിക്ക് നേരിട്ട് പങ്കൊന്നുമില്ല, അതിജീവിതയുടെ പേര് വെളിപ്പെടുത്താനോ ഐഡന്റിറ്റി പുറത്തു പറയാനോ അല്ലെങ്കിൽ അവരെ അവമാനിക്കാനോ താൻ ശ്രമിച്ചിട്ടില്ല എന്ന വാദമാണ് സന്ദീപ് വാര്യർ കോടതിക്ക് മുമ്പാകെ വെച്ചത്. ഏതായാലും കോടതി അക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് 15-ാം തീയതി തന്നെ ഒരുപക്ഷേ ഈ കേസിൽ വിധി പറഞ്ഞേക്കും. അതുവരെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ സന്ദീപ് വാര്യരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യില്ല. വ്യക്തമാണ്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. മലയാറ്റൂരിൽ 19-കാരി ചിത്രപ്രിയയുടെ മരണം കൊലപാതകമെന്ന് സംബന്ധിച്ച് ആൺസുഹൃത്ത് അലൻ കല്ലുപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അലൻ പോലീസിന് നൽകിയ മൊഴി. അലൻ്റെ അറസ്റ്റ് കാലടി പോലീസ് രേഖപ്പെടുത്തി. മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെന്നും അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മദ്യലഹരിയിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് വിവരം. എന്നാൽ എന്താണ് പ്രകോപന കാരണമെന്ന് വ്യക്തമായിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഈ ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിട്ടുള്ള മലയാറ്റൂർ സ്വദേശിനി 19-കാരി ചിത്രപ്രിയയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, അതായത് 2 ദിവസമായി ചിത്രപ്രിയയെ കാണാനില്ലായിരുന്നു. കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. അതിനിടെയാണ് മൃതദേഹം വീടിന് സമീപത്തു നിന്ന് തന്നെ ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയത്. പോലീസിന് തുടക്കത്തിൽ ചില സംശയമുണ്ടായിരുന്നു, ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന്. പക്ഷെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള കൃത്യമായ തെളിവ് ലഭിച്ചില്ല. ഒടുവിൽ ആൺസുഹൃത്ത് അലനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. എന്താണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് പ്രതി തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഡാനി?
ടോം, ഈ കേസിൽ പ്രതി അലനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ പറഞ്ഞിരിക്കുന്നത് സംശയമായിരുന്നു. അതായത് ചിത്രപ്രിയയും ഈ അലനും തമ്മിൽ കഴിഞ്ഞ നാളുകളായിട്ട്, കാരണം കുട്ടിക്കാലം മുതലേ ഇവർക്ക് അറിയാവുന്നവരാണ്, സമീപവാസികളാണ്. അപ്പോൾ കുറേ നാളുകളായിട്ടുള്ള ഒരു അടുപ്പം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചിത്രപ്രിയയിൽ അലന് സംശയങ്ങളുണ്ടായിരുന്നു. പല കാരണങ്ങളെ ചൊല്ലിയുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് ഈ പഠനാർത്ഥം ഇവിടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തെല്ലാം തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് രൂക്ഷമായ വാക്കേറ്റമുണ്ടായിരുന്നു. 6-ാം തീയതിയാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ചിത്രപ്രിയയെ കാണാനില്ല എന്ന് കാണിച്ച പോലീസിൽ പരാതി നൽകിയെല്ലാം തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്തിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ അതിൽ കാണിക്കുന്നത് 7-ാം തീയതി പുലർച്ചയോടുകൂടി മലയാറ്റൂരിൻ്റെ വീടിൻ്റെ ഭാഗത്ത് വന്ന് ഇറങ്ങുന്നതാണ് കാണുന്നത്. അതിൽ മറ്റൊരു ബൈക്കിൽ മറ്റു സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ ഇവർക്കൊപ്പം ഈ 6-ാം തീയതി ഉച്ചയോടുകൂടി ഇവർ പോയിരിക്കുന്നു. പിന്നീട് പുലർച്ചയോടുകൂടിയാണ് ഇവരെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഇവരുടെ വീടിന് സമീപത്ത് നിന്ന് പിന്നീട് പോകുമ്പോഴേക്കും നമുക്കറിയാം, ഈ മലയാറ്റൂർ ഭാഗത്തുള്ളൊരു വലിയ തടാകം ഉള്ള ആ ഒരു സ്ഥലം, നക്ഷത്രച്ചിറ എന്നെല്ലാം തന്നെ അറിയപ്പെടുന്ന ആ സ്ഥലം, അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയിരിക്കുന്നു. അവിടെ നിന്നാണ് ഈ പറയുന്ന ഈ പറമ്പ്, ആളൊഴിഞ്ഞ പറമ്പ് എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങൾ പൊതുവെയും തന്നെ ഈ മലയോര മേഖലകളാണ്. പ്രത്യേകിച്ച് ഈ മലയാറ്റൂർ ഭാഗങ്ങളെല്ലാം തന്നെ വരുന്ന ആ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഒഴിഞ്ഞ സ്ഥലങ്ങളും ഈ നിരവധിയായ വൃക്ഷങ്ങളും തലപ്പുകളുള്ള ഒരുപാട് പ്രദേശങ്ങളെല്ലാം ഉണ്ട്. അവിടേക്കാണ് ഇവർ കയറി പോകുന്നത്. പക്ഷേ പിന്നീട് ഈ ചിത്രപ്രിയയെ അന്വേഷിച്ച് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം തന്നെ തിരച്ചിൽ നടത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു സംശയം മറ്റ് ബന്ധുവീടുകളിലോ മറ്റോ പോയിരിക്കാമെന്നൊരു നിഗമനത്തിലായിരുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ഫോൺ കേന്ദ്രീകരിച്ചുമെല്ലാം തന്നെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഈ തിരച്ചിൽ നടത്തുന്നതിനിടെ ഇങ്ങനെ ഒരു മൃതദേഹം കാണപ്പെടുന്നത്. ആ പറമ്പിൽ എല്ലാം പരിശോധന നടത്തുമ്പോഴാണ് മൃതദേഹം കാണപ്പെടുന്നത്. ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ 2 ദിവസത്തെ പഴക്കം അതിന് ഉണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് മൃതദേഹം ലഭിക്കുന്നത്. അപ്പോൾ ഒരു പഴക്കം തോന്നിച്ചിരുന്നു. ഇവരെ ചിത്രപ്രിയയുടെ മൃതദേഹമാണ് തിരിച്ചറിയുകയും എല്ലാം തന്നെ ചെയ്തു. പിന്നീട് പോലീസ് എത്തുകയും അന്വേഷണം തുടരുകയും ചെയ്തു. അപ്പോഴും ഇത് ആര് എന്നതിലേക്ക് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഡാനി. കാരണം ഈ ചിത്രപ്രിയയോട്, കാമുകിയോട് അലന് സംശയമുണ്ടായിരുന്നു. ഈ പെൺകുട്ടിക്ക് 19-കാരിക്ക് ബംഗളൂരുവിൽ മറ്റൊരു ആൺ സുഹൃത്തുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ കണ്ടുവെന്നും ഫോണിലൊരു കോൾ വന്നു, അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത്തരം കാര്യങ്ങൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്താണ് കൊലപ്പെടുത്താനുള്ള യഥാർത്ഥ കാരണമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഇത്തരം കാര്യങ്ങളിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഡാനി? ടോമി, ഇക്കാര്യത്തിൽ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പോലീസ് പറയുന്നത് ഇതാണ്: ഇയാൾക്ക് വലിയ രീതിയിൽ സംശയങ്ങൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബംഗളൂരുവിലേക്ക് പഠിക്കാൻ പോയ സമയത്തിന് ശേഷമാണ് കൂടുതലായി സംശയങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അത് ഇവരുടെ ഒരു ബന്ധത്തെ എല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം തർക്കങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് പോയി തിരിച്ചെത്തുമ്പോൾ വീണ്ടും സംസാരിക്കാവുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ തർക്കം പിന്നീട് വലിയ രീതിയിലേക്കുള്ള ഒരു വാക്ക് തർക്കത്തിലേക്കൊക്കെ നീങ്ങുമ്പോൾ ദേഷ്യം കൊണ്ട് ഇയാൾ കല്ലുകൊണ്ട് അവരുടെ തലക്കിടിച്ചു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു താനെന്നാണ് പിന്നീട് ആ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്. ഇയാൾ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ തലക്ക് അടിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ആ അടിയിൽ വീണ ചിത്രപ്രിയ ഏതാണ്ട് മരിച്ചു എന്ന് ഇയാൾക്ക് തോന്നിയതുകൊണ്ട് പിന്നീട് അവിടം വിട്ട് ഇയാൾ പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇയാളുടെ വിശദമായൊരു ചോദ്യം ചെയ്യൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു ആസൂത്രിതമാണ് എങ്കിൽ ഒരുപക്ഷെ അവിടെ തലക്കടിക്കാൻ ഉപയോഗിച്ച കല്ല് എല്ലാം തന്നെ അത് ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഈ പെട്ടെന്ന് ചെയ്ത് ദേഷ്യത്തിൽ മദ്യലഹരിയിലെല്ലാം തന്നെ ഒരു ആവേശത്തിൽ ഈ രീതിയിലൊരു ക്രൂരകൃത്യത്തിലേക്ക് ഇയാൾ മുതിരുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി വീഴുന്നത് കണ്ടു. അവിടെ നിന്ന് ഇയാൾ പിന്നീട് കടന്നു കളയുകയായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആസൂത്രിതമല്ല, വളരെ പെട്ടെന്ന് വഴക്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ അവിടെ പെട്ടെന്നുണ്ടായിരുന്നൊരു പ്രകോപനത്തിലാണ് ഇത് ചെയ്തതെന്നാണ് ഇപ്പോൾ അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇയാൾ ഇന്ന് ഹാജരാക്കും, ഒരുപക്ഷേ ഇന്ന് കസ്റ്റഡിയിലേക്ക്. കാരണം പോലീസ് ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായതിനു ശേഷമായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോവുക. പൂർണ്ണമായും വിവരങ്ങൾ അവധിക്ക് ബംഗളൂരുവിൽ നിന്നും നാട്ടിലെത്തിയതാണ്. ആദ്യം വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് സുഹൃത്ത് അലനെ കാണുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ ഒന്നിച്ച് കുറേ സമയം സംസാരിച്ചു. പിന്നീട് വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന് അലൻ തന്നെയാണ് ഈ ചിത്രപ്രിയയോട് പറയുന്നത്. അങ്ങനെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഒരു വിജനമായ സ്ഥലത്ത് അലൻ ബൈക്ക് നിർത്തി. പിന്നീട് വീണ്ടും തർക്കമുണ്ടാകുന്നു. കല്ലുകൊണ്ട് പെൺകുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതാണ് പോലീസ് ഇതുവരെയും പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. അതായത് അലൻ്റെ മൊഴി ഇതാണ്. ഈ ചിത്രപ്രിയ നാട്ടിലേക്ക് അവധിക്ക് വരുന്ന കാര്യം കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നോ? കാരണം മകൾ വന്നു, ദിവസങ്ങളായി മകളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല, ഒരു വിവരവുമില്ല. വലിയ ആശങ്കയുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ. അങ്ങനെയാണവർ പോലീസിൽ പരാതിപ്പെടുന്നത്. ഇതൊരു തിരോധാനമായി പോലീസ് തിരോധാന കേസ് അന്വേഷിക്കുന്നു. പിന്നീട് മലയാറ്റൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും സൂചന, തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും സൂചന ഈ അലനെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നോ ഡാനി? പോലീസ് ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചും കാര്യങ്ങളുമെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചിരുന്നു. പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ മൊബൈൽ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ അന്വേഷിക്കുമ്പോൾ നാട്ടിലുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകളും വിവരങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയിരിക്കുന്നത് 6-ാം തീയതി മുതൽ കാണാനില്ല എന്ന രീതിയിൽ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. 7-ാം തീയതി പുലർച്ചയോടുകൂടിയാണ് ഈ പെൺകുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ ബൈക്കിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ മറ്റൊരു ബൈക്കിലും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ പിന്നീട് വേറെ സ്ഥലത്തേക്ക് പോവുകയും ഇരുവരും ചേർന്ന് ഈ 2 പേര് അലനും ചിത്രപ്രിയയും ചേർന്ന് വീട്ടിലേക്ക് എന്ന രീതിയിലേക്ക് അവിടെ നിന്ന് തിരിക്കുകയുമായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ സംഭവത്തിലേക്കെല്ലാം തന്നെ നീങ്ങുന്നത്. പോലീസ് അലൻ്റെ ആ 2 സുഹൃത്തുക്കളെ കൂടി, മറ്റ് ബൈക്കിലുണ്ടായിരുന്നവരെ കൂടി പോലീസ് കേന്ദ്രീകരിക്കുന്നുണ്ട്. കാരണം എന്താണ് ഇവർ തമ്മിലുണ്ടായിരുന്നത്, നേരത്തെ ഇവർ പുറത്തേക്ക് പോയപ്പോൾ ബൈക്കിൽ ഇവർ യാത്ര ചെയ്തപ്പോൾ എന്ത് സംസാരിച്ചിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ വഴക്ക് സംബന്ധിയായ കാര്യങ്ങളിൽ ഈ സംശയം മാത്രമാണോ അതോ മറ്റു വേറെ ഏതെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ അലൻ്റെ സാഹചര്യങ്ങൾ സംബന്ധിച്ചും പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ സ്ഥിരം ഒരു മദ്യപാനിയാണോ, സ്ഥിരം ലഹരിക്കടിമയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നാട്ടിൽ ചില വെൽഡിംഗ് വർക്കുകൾ, ബൈക്ക് റിപ്പയറിങ്, ഇത്തരം ജോലികൾ ചെയ്താണ് ഇയാൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഇയാളുടെ ഒരു സാഹചര്യം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയൊക്കെയാണ് എന്നതാണ് പരിശോധിക്കുന്നത്. കാരണം ഈ സംശയം കൊണ്ട് ഈ രീതിയിലേക്ക് ഒരുപക്ഷെ ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ അതിന് ഈ സംശയം മാത്രമാണോ കാരണം എന്നതെല്ലാം തന്നെ പോലീസ് നോക്കുന്നു. നേരത്തെ ടോം പറഞ്ഞതുപോലെ ഇപ്പോൾ ഫോൺ വന്നതും ഫോണിൽ മറ്റാരെങ്കിലും വിളിച്ചതും കൊണ്ട് മാത്രം ഒരു കൊലപാതകത്തിലേക്കടക്കം എത്തിച്ചേരുമോ എന്നതെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. പക്ഷേ ഇയാൾ പറഞ്ഞത് ഇയാൾ മദ്യത്തിന് അടിപ്പെട്ടിരുന്നു, മദ്യലഹരിയിലായിരുന്നു, അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് പ്രകോപനത്തിലേക്കും എല്ലാം തന്നെ പോയത്. ഉടൻ സംസാരത്തിനിടെ ഇയാൾ അടുത്തുണ്ടായിരുന്ന കല്ലുകൊണ്ട് ഇടിക്കുകയായിരുന്നു എന്നെല്ലാമാണ് പറഞ്ഞത്. പോലീസ് ഇതിൽ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് പെട്ടെന്ന് ഒരു സാധ്യത കൽപ്പിക്കാത്തത് ഈ സാഹചര്യ തെളിവുകൾ കൊണ്ടാണ്. അത് അവിടെ നിന്നുണ്ടായ കല്ല് കൂട്ടിയിടിച്ച് വീഴ്ത്തുന്നു എന്നതെല്ലാം അത് ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളയുന്നു. ഇത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് പോലീസ് ഈ പ്രകോപനത്തിൽ തന്നെ പെട്ടെന്ന് ഉണ്ടായ പ്രകോപനത്തിലാണ് ഇത് ചെയ്തിരിക്കുക എന്നതെല്ലാം അനുമാനിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിനെ കുറച്ചുകൂടി ആധികാരികത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപായി സാധ്യമായ തെളിവുകൾ ശേഖരിക്കാനും മൊഴികൾ രേഖപ്പെടുത്താനുമുള്ള ശ്രമത്തിലാണ് കാലടി പോലീസ് ഉള്ളത്. കൊല്ലപ്പെട്ട ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് വൈകിട്ട് സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് മലയാറ്റൂർ സ്വദേശിനി 19-കാരിയായ ചിത്രപ്രിയയെ കാണാതായത്. ഇന്നലെ മൃതദേഹം കണ്ടെത്തുന്നു. 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു മൃതദേഹത്തിന്. തുടർന്ന് സുഹൃത്ത് അലനെ
ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംഭവം ഒരു സാധാരണ മരണമല്ല, കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. കാമുകിയോടുള്ള സംശയം കാരണം ക്രൂരമായി കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. കൊട്ടിക്കലാശത്തിൽ മാരകായുധങ്ങളുമായി UDF പ്രവർത്തകർ. ഇന്നലെ മലപ്പുറം തെന്നലിലായിരുന്നു സംഭവം. മരം മുറിക്കുന്ന വാളും യന്ത്രവും പ്രവർത്തിപ്പിച്ചായിരുന്നു ഇന്നലത്തെ കൊട്ടിക്കലാശം. തെന്നല പഞ്ചായത്ത് 15-ാം വാർഡിലെ കൊട്ടിക്കലാശത്തിലാണ് ഭീതിപ്പെടുത്തുന്ന ഈ കാഴ്ച. കുട്ടികളടക്കം നിരവധി ആളുകൾക്കിടയിലാണ് മരം മുറിക്കുന്ന വാളും യന്ത്രവും അപകടകരമായി ഉപയോഗിച്ചത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, സാധാരണ കുട്ടിക്കലാശത്തിൽ വാദ്യമേളങ്ങളും മറ്റ് ആഘോഷങ്ങളും പാട്ടും ഡാൻസും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ ഈ മാരകായുധങ്ങളുമായി എത്തുന്നു, മരം മുറിക്കുന്ന വാളും യന്ത്രവും മറ്റു ഉപകരണങ്ങളും കൊണ്ടുവരുന്നു. അതൊരു കൊച്ചിൻ്റെ അടുത്താണിത് ഉപയോഗിക്കുന്നത്. എന്ത് അപകടവും സംഭവിക്കാം. യഥാർത്ഥത്തിൽ ഇത് എന്തിനാണ് അവർ കൊണ്ടുവന്നത്? ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണോ? ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്? ഇന്നലെ വൈകുന്നേരമാണ് തെന്നല പഞ്ചായത്തിലെ 15-ാം വാർഡിൽ കുട്ടിക്കലാശത്തിനിടെ ഈ മരം മുറിക്കുന്ന യന്ത്രം UDF പ്രവർത്തകർ കൊണ്ടുവന്നത്. ഇത് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് UDF പ്രവർത്തകർ ഇത് ആവേശത്തിൽ ഈ ശബ്ദമുണ്ടാക്കുന്നതിന് വേണ്ടി, നമ്മളിപ്പോൾ കുട്ടിക്കലാശത്തിൻ്റെ ദിവസം സൈലൻസർ മാറ്റിയ ബൈക്കും അതേപോലെ കാറുകളൊക്കെ ഉപയോഗിച്ച് വലിയ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ആളുകളെയൊക്കെ ഞെട്ടിച്ച് കുട്ടിക്കലാശത്തിൽ യുവാക്കൾ ആഘോഷിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ വലിയ ശബ്ദമുണ്ടാക്കി കുട്ടിക്കലാശ ദിവസം ആഘോഷമാക്കാനാണ് ഇത് കൊണ്ടുവന്നത് എന്നാണ് UDFിൻ്റെ പ്രവർത്തകർ പറയുന്നത്. ഇത് അപകടമുണ്ടാകാതിരിക്കാൻ അതിൻ്റെ ചെയിനും മറ്റ് മൂർച്ചയേറിയ ഭാഗങ്ങളൊക്കെ മാറ്റിയിരുന്നുവെന്നും വെറും ശബ്ദം മാത്രമാണ് ഇതുപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നത് എന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ അത് എന്ത് തന്നെ വാദിച്ചാലും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത് ഒരു കുട്ടിയുടെ അടുത്ത് നിന്നാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇവർ അപകടം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ അപകട സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുമായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നൊരു കാരണത്താൽ പോലീസ് ഇതിൽ കേസെടുത്തിട്ടില്ല. പ്രായപൂർത്തിയാവാത്തവരാണ് ഈ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടത്. അത് വെറും ആവേശത്തിൻ്റെ മുകളിൽ ചെയ്തതാണ്, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിൽ ചെയ്തതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ LDF പ്രവർത്തകർ നേരത്തെ പരാതിപ്പെടുമെന്ന് പറഞ്ഞെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇടതുപക്ഷക്കാരും ഉള്ളത്. കാരണം പ്രായപൂർത്തിയാവാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ അത് പരാതിയുമായി പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മറ്റ് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും എന്നുള്ളതുകൊണ്ട് അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനും തയ്യാറായിട്ടില്ല. എന്നാണെങ്കിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കുമെന്നാണ് തിരുവങ്ങാടി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ കൂടുതൽ ശേഖരിച്ച് പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കെതിരെ ആയതുകൊണ്ട് തന്നെ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നൊരു കാര്യവും പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ടോം, പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു താക്കീത് ആവശ്യമല്ലേ? ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, അവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ പ്രാദേശിക നേതാക്കൾ, അവർ മറുപടി പറയേണ്ടതില്ല. ഇത് ഒരു തമാശയ്ക്ക് കൊണ്ടുവന്നതല്ല, ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് മുതിർന്നവരുണ്ടെങ്കിൽ അവിടെ വിലക്കേണ്ടതാണ്. കാരണം എന്തും അപകടവും സംഭവിക്കാനുള്ളൊരു സാഹചര്യം പോലുമുണ്ട്. എന്താണ് UDF നേതൃത്വം, പ്രാദേശിക നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം? UDFുകാർ പറയുന്നത് ഇതൊരു കുട്ടികൾക്ക് സംഭവിച്ച ഒരു അബദ്ധം എന്ന രീതിയിലാണ് അവർ അതിനെ ന്യായീകരിക്കുന്നത്. കാരണം മുതിർന്ന നേതാക്കളെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല. ഈ ഒരു ആഘോഷത്തിൻ്റെ ഇടയിലായിരുന്നു, കുട്ടിക്ലാസിൻ്റെ ഇടയിലായിരുന്നു സംഭവിച്ചത് എന്നുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടോ അനുവാദം വാങ്ങിയിട്ടൊന്നും അല്ല ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. നേരത്തെ ഇത്തരം കാര്യങ്ങളിൽ പോലീസിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടിക്കലാശത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, ഈ കുട്ടിക്കലാശം നമ്മൾ കരുതുന്നത് പോലെ നഗര കേന്ദ്രീകൃതമായിട്ട് ഓരോ വാർഡിലും കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ ആഘോഷത്തിനിടെ സംഭവിച്ച പ്രവർത്തകരുടെ ഒരു ആവേശം എന്ന് മാത്രമാണ് നേതാക്കൾ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അവർക്ക് അബദ്ധം പറ്റിയതാണ്, അത് അവരുടെ ഒരു പരിചയക്കുറവും മറ്റു പ്രശ്നങ്ങളുമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഒഴിഞ്ഞു മാറുന്നത്. ഇതേ കാര്യത്തിൽ ഇനി ആവർത്തിക്കില്ല എന്ന് പറയുമ്പോഴും ഇടതുപക്ഷക്കാർ പറയുന്നത് പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല. കാരണം ചെറിയ കുട്ടികളായതുകൊണ്ട് പരാതി കൊടുത്തത് ഇനി വേറെ അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട എന്നൊരു മയപ്പെട്ട നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇവിടെയൊക്കെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം കാണിച്ചു കൂട്ടുന്ന ആവേശം അത് വലുതാണ്. നമ്മൾ സാധാരണ ഒരാൾ ഒരു വഴിയിലൂടെ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളും അത്രമാത്രം ആവേശമൊക്കെയാണ് പാർട്ടിക്കാർക്ക് ഉണ്ടാവുക. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു മാതൃകാപരമായ രീതിയിലുള്ള നടപടി ഇവിടെ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. അത് പാർട്ടി നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടിലാണ് മറ്റുള്ളവരുള്ളത്. പോലീസിനെ സംബന്ധിച്ച് പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് ഈ കുട്ടികൾ നടപടി എടുക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് അവർ പറയുമ്പോൾ ഉചിതമായ നടപടി എടുക്കേണ്ടത് ഇവർക്ക് മുകളിലുള്ള പാർട്ടി നേതൃത്വം തന്നെയാണ്. അവർ ഉപദേശിച്ചിട്ടുണ്ട്, ഗുണദോഷിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും മറ്റുള്ളവർക്ക് ഇനി ഇത്തരത്തിലുള്ളൊരു കാര്യം ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി എടുക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ആശുപത്രിയിൽ ബോംബ് ഭീഷണിയുമായി ഇമെയിൽ സന്ദേശം. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. ആശുപത്രിയിൽ ബോംബ് ഭീഷണിയുമായി ഇമെയിൽ സന്ദേശം. പാലക്കാട് വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഇമെയിൽ വഴി LTTയുടെയും ISIയുടെയും DMKയുടെയും പേരിലാണ് ഭീഷണി. ഓപ്പറേഷൻ സിന്ദൂറിനുള്ള മറുപടിയാണെന്നാണ് ഇമെയിലിൽ പറയുന്നത്. ആശുപത്രിയിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു പട്ടാമ്പി ചേരുന്നു. വിഷ്ണു, ഇത് പരിഭ്രാന്തി പരത്തുന്നൊരു സംഭവമാണ്. എപ്പോഴാണ് ഈ ഇമെയിൽ സന്ദേശം എത്തിയത്? എന്താണ് സന്ദേശത്തിൽ പറയുന്നത്? ടോം, തീർച്ചയായും ജനങ്ങളെയും വിദ്യാർത്ഥികളെയും കോളേജ് അധികാരികളെയും ഹോസ്പിറ്റലിലെ രോഗികളെയും അടക്കം ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് രാവിലെ ഇങ്ങൊരു ഭീഷണി സന്ദേശം ഉയർന്നത്. പാലക്കാട് ഷൊർണൂർ വാണിയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയായ PK ദാസ് ഹോസ്പിറ്റലിലാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത്. ഹോസ്പിറ്റലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇമെയിലിലേക്കാണ് 9:40 ഒരു ഇമെയിൽ സന്ദേശം വരുന്നത്. അതായത് കോളേജിന്റെ ഈ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് അവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഉച്ചയ്ക്ക് 1:50 ഈ ബോംബ് പൊട്ടുമെന്നും ആളുകളെ ഒഴിപ്പിക്കണമെന്നുമാണ് ഭീഷണി സന്ദേശത്തിൽ ഉള്ളതായി പോലീസുകാർ നമ്മളോട് പറയുന്നത്. LTTയുടെയും ISIയുടെയും DMKയുടെയും പേരിലാണ് ഭീഷണി എത്തിയതെന്നും നമുക്ക് ലഭിക്കുന്ന വിവരത്തിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്ന് പോലീസും കോളേജ് അധികൃതരും ഹോസ്പിറ്റൽ അധികൃതരും അറിയിച്ചതിനെ തുടർന്നിട്ട് ഒറ്റപ്പാലം SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും ഷൊർണൂരിൽ നിന്നും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി, പാലക്കാട് നിന്നും ബോംബ് സ്ക്വാഡും വേഗത്തിൽ സ്ഥലത്തെത്തി വിശദമായ പരിശോധന കോളേജിലും ഹോസ്പിറ്റലിലുമായി വിശദമായ പരിശോധന നടത്തുകയും ഇപ്പോൾ ഇതൊരു വ്യാജ സന്ദേശമാണെന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുമായിരുന്നു. ടോപ്പ്. തീർച്ചയായും ആളുകൾ, കാരണം നിരവധി രോഗികളുണ്ട് അവിടെ, കോളേജിലാണെങ്കിൽ അവിടെ വിദ്യാർത്ഥികളുണ്ട്, അങ്ങനെ വലിയ ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യമാണ്. ഈ ഇമെയിൽ സന്ദേശം എത്തിയതിന് പിന്നാലെ തന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. പോലീസ് അവിടെ എത്തി, ഡോഗ് സ്ക്വാഡ് എത്തി. പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? ഇത് വ്യാജ സന്ദേശമാണ് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ടോ? നിലവിൽ 1:50 ബോംബ് പൊട്ടുമെന്നാണ് അറിയിച്ചെങ്കിലും തുടർന്ന് പരിശോധന നടത്തി, വിശദമായ പരിശോധന കോളേജിലും ഹോസ്പിറ്റലുമായിട്ടൊക്കെ വിശദമായ പരിശോധന നടത്തി. കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഒക്കെ കോളേജിൽ നിന്നും സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റി. എന്നിട്ട് പോലീസിന്റെ ഒരു സുരക്ഷ തന്നെ കോളേജിൽ ഒരുക്കിയിരുന്നു. ഇതോടൊപ്പം തന്നെ ആശുപത്രിയും രോഗികളെ മാറ്റുന്നത് നടത്താൻ പറ്റിയ കാര്യമല്ല എങ്കിൽ കൂടി, കാരണം സുരക്ഷയിൽ വാർഡുകളിലൊക്കെ തന്നെ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ICU അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി. 2-2:30 വരെ പരിശോധന തുടരുകയും തുടർന്ന് ഇതൊരു വ്യാജ സന്ദേശം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇപ്പോൾ പരിശോധന എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. സംഘം മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടോം. കാരണം നമുക്കറിയാം, ഇതുപോലെ വിഷ്ണു, സമാനമായ രീതിയിൽ നിരവധി വ്യാജ സന്ദേശങ്ങൾ പലയിടങ്ങളിലും എത്താറുണ്ട്. വിമാനത്താവളങ്ങളിൽ ബോംബ് വയ്ക്കും, അതല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ. ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റിൽ വരും, തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ വരെയും ബോംബ് വയ്ക്കുമെന്ന രീതിയിൽ
ഭീഷണി സന്ദേശം ഇമെയിൽ വഴി എത്തിയതാണ്. സ്വാഭാവികമായി ഇത് കേൾക്കുമ്പോൾ ഒരു പരിഭ്രാന്തി ഉണ്ടാകാം, ആശങ്ക ഉണ്ടാകാം. പക്ഷെ പോലീസ് എത്തി പരിശോധിക്കും, വ്യാജ സന്ദേശമാണെന്ന് വ്യക്തമാക്കാനും കഴിയും. പക്ഷെ ഇതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ലല്ലോ, ഒരു തമാശയായി കാണാൻ കഴിയില്ലല്ലോ. ശക്തമായ നടപടി ആവശ്യമല്ലേ? പോലീസ് ഈ മെയിലിൻ്റെ ഉറവിടം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ബോംബ് ഭീഷണി. ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ, അടുപ്പിച്ച മാസങ്ങളിലായി തന്നെ ജില്ലാ കളക്ടറേറ്റിലും കളക്ടറേറ്റിന് തൊട്ടടുത്തുള്ള വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ബോംബ് ഭീഷണി ഉണ്ട് എന്ന് പറയുകയും ആളുകൾ പരിഭ്രാന്തരാവുകയും ഇറങ്ങി ഓടുകയും ആളുകൾ ഒഴിപ്പിക്കുകയും ആ ഒരു ദിവസത്തെ ആ ഓഫീസ്, ജില്ലാ കളക്ടറിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് പോലീസ് സംഘവും എത്തുന്നു, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവരെത്തുന്നു, വിശദമായി പരിശോധന നടത്തുന്നു. ഒരു വലിയൊരു സമൂഹത്തെ തന്നെ ബുദ്ധിമുട്ടുന്ന തരത്തിലാണ് ഈ ബോംബ് ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഈ AI സാങ്കേതിക വിദ്യയുടെ കാലത്ത് തന്നെ ഇത് ഉറവിടം കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യവും പോലീസിനെ വലയ്ക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇപ്പോൾ ആളുകളും പോലീസും ഒക്കെ ഈ ഭീഷണി വരുമ്പോൾ വ്യാജ ഭീഷണി എന്നുള്ള ഒരു മുൻധാരണയും കൂടി എടുക്കുന്നതും ഒരു ഭയാനകപ്പെടുത്തുന്ന കാര്യമാണ്. ഭാവിയിൽ വലിയ രൂക്ഷമായ സത്യാവസ്ഥയുള്ള ബോംബ് ഭീഷണിയൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ഈ ഒരു അലസത ചിലപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും. കാരണം സ്ഥിരമായി ഇങ്ങനെ വരുമ്പോൾ ആളുകൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് വ്യാജ ബോംബ് ഭീഷണിയാവും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെയിൽ വന്നതിനടുത്തടുത്തും വിദഗ്ധ സംഘം, സൈബർ സംഘം, പോലീസിന്റെ സൈബർ സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന്റെ ഉറവിടത്തെ കുറിച്ച് കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. അതാണ് വിഷ്ണു പറഞ്ഞതുപോലെ പ്രസക്തമായിട്ടുള്ള കാര്യം. കാരണം പതിവായി ഇത്തരം വ്യാജ ബോംബ് ഭീഷണികൾ വരുന്നുണ്ട്. തുടർച്ചയായി ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, അല്ലെങ്കിൽ ആരെങ്കിലും വ്യാജ സന്ദേശം അയച്ചതാണെന്ന് തോന്നാം. പക്ഷേ ഈ സമീപകാലത്താണ് ഡൽഹിയിൽ നിരവധി മനുഷ്യരുടെ ജീവനെടുത്ത സ്ഫോടനമുണ്ടായത്. അതിനുശേഷം ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ, പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാജ്യത്തെ വിവിധയിടങ്ങളിൽ, അതായത് ഗ്രാമങ്ങളിലുൾപ്പെടെ കൂട്ട സ്ഫോടനങ്ങൾക്ക് ഈ തീവ്രവാദ സംഘടനകൾ പദ്ധതിയിട്ടിരുന്നുവെന്നാണ്. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ നിരവധി പേരെ, ഇതിൻ്റെ മുഖ്യ ആസൂത്രകരടക്കം പിടികൂടാൻ കഴിഞ്ഞു, തീവ്രവാദ ബന്ധമുള്ളവരെ പിടികൂടാൻ കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഇതുപോലുള്ള വ്യാജ സന്ദേശമാണെങ്കിൽ പോലും ഗൗരവമായി തന്നെ ഇതിനെ കാണേണ്ടതാണ്. ആരാണ് ഈ സന്ദേശം അയച്ചതെന്ന് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യണം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു മോഷണ വാർത്തയിലേക്കാണിനി. ചക്കാലമുക്ക് സ്വദേശിനി രമ്യയുടെ വീടിന് മുന്നിലിരുന്ന സ്കൂട്ടർ ഇന്നലെ രാത്രി മോഷണം പോയിരുന്നു. ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ വീടിന് മുന്നിൽ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്കൂട്ടർ, അതായത് ആ കള്ളൻ തന്നെയാണ് സ്കൂട്ടർ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചത്. തൊപ്പിയും മാസ്കും ധരിച്ചയാൾ ഇന്നലെ സ്കൂട്ടറും എടുത്ത് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, സാധാരണ ഒരു ചെറിയ കളവ് നടത്തി കഴിയുമ്പോൾ ചിലർക്ക് മനസ്താപം തോന്നാം, കുറ്റബോധം തോന്നാം, പിന്നീട് അത് വേണ്ടായിരുന്നു, അങ്ങനെ ഇത് ചെയ്യേണ്ടായിരുന്നു, മോഷണം നടത്തേണ്ടിയിരുന്നില്ല എന്ന് തോന്നൽ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ കള്ളൻ ഈ മോഷ്ടിച്ച സ്കൂട്ടർ അവിടെ തിരികെ കൊണ്ടുവന്ന് വെച്ചത് ഇത്തരം മനസ്താപം കൊണ്ടായിരിക്കുമോ, അതോ ഇന്നലെ ഇയാളുടെ CCTV ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു, വാർത്തകൾ പുറത്തു വന്നിരുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെടുമെന്ന ഭയം കൊണ്ടായിരിക്കുമോ മോഷ്ടിച്ച സ്കൂട്ടർ തിരികെ കൊണ്ടുവന്ന് വെച്ചത്? തീർച്ചയായും ടോം, കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ചക്കാലമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിൽ ഒരു മോഷ്ടാവ് വീട്ടിന് മുന്നിലുള്ള സ്കൂട്ടർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി കരുനാഗപ്പള്ളി പോലീസിൽ ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യം, ഈ വാഹനം അവർക്ക് തന്നെ തിരികെ കിട്ടി എന്നുള്ളതാണ്. അത് ഇന്ന് രാവിലെയാണ് തിരികെ കിട്ടിയത്. വളരെ രസകരമായ ഒരു സംഭവമായിട്ട് തോന്നുമെങ്കിൽ പോലും
നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മറ്റൊരു കാര്യം വളരെ രസകരമായിട്ട് തോന്നുമെങ്കിൽ പോലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മറ്റൊരു കാര്യം കാണാം ടോം. ആ മോഷ്ടാവ് കടന്നു വരികയും വീടിനുള്ളിലേക്ക് കാർപോർട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സാധാരണ ഒരു മോഷ്ടാവ് വരികയാണെങ്കിൽ ശബ്ദം കേൾപ്പിക്കാതെയാണല്ലോ സാധാരണ സ്കൂട്ടർ കൊണ്ടുപോകുന്നത്. ബാക്കിലേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി മോഷ്ടാവൻ അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയാണ് സാധാരണ മോഷണ രീതി കണ്ടുവരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അയാൾ തിരിച്ചു കൊണ്ടുപോകുന്നത്. അത് ഈ വീട്ടുകാർക്ക് വലിയൊരു സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വീട്ടുകാർ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകി. അപ്പോൾ ഈ വീട്ടിലെ ഗൃഹനാഥനായ പ്രഭ അല്പസമയം മുന്നെയാണ് ഈ വീട്ടിലേക്ക് വരികയും സ്കൂട്ടർ അവിടെ വെച്ചിട്ട് കാറുമായിട്ട് അയാൾ പുറത്തേക്ക് പോയത്. ഈ സമയത്തായിരുന്നു മോഷ്ടാവ് അവിടേക്ക് കടന്നു വന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഉടുപ്പും പാന്റും ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തൊപ്പിയിട്ടിട്ടുണ്ട്, മുഖം മാസ്ക് ചെയ്ത് ആയിട്ടാണ് കാണുന്നത്. അയാൾ കടന്നു വരികയും സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി കൊണ്ടുപോകുന്നതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ സ്കൂട്ടറിന്റെ ഉടമയായ രമ്യ എന്നാണ് പേര്, വീട്ടമ്മ വന്ന് നോക്കിയപ്പോഴാണ് സ്കൂട്ടർ കൊണ്ടുപോയതായിട്ട് വിവരം അറിയുന്നത്. ഉടൻ തന്നെ തന്റെ ഭർത്താവിനെ വിളിച്ച് വിവരം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ കാറുമായിട്ടാണ് പുറത്തേക്ക് പോയത്, സ്കൂട്ടർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംശയം തോന്നി CCTV പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് ഈ സ്കൂട്ടർ കൊണ്ടുപോകുന്നതായിട്ട് ഇവർക്ക് ബോധ്യമായത്. ഉടൻ തന്നെ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. മോഷ്ടാവ് വഴിക്ക് ഒരു മത്സ്യ വിൽപ്പന ശാലയിൽ കയറി, അത് മത്സ്യക്കച്ചവട കടയിൽ കയറി അവിടെ നിന്ന് പണം അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കൃത്യമായ ഒരു മോഷ്ടാവ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ബോധ്യമാവുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും കരുനാഗപ്പള്ളി പോലീസിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുമായി പോലീസ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇന്ന് പുലർച്ചെ ഇവർ വീടിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ഈ സ്കൂട്ടർ കണ്ടുകിട്ടിയത്. സ്കൂട്ടർ ഹാൻഡിൽ ലോക്ക് ചെയ്ത് മറ്റ് കേടുപാടുകളൊന്നും വരുത്താതെ തന്നെ ഇതിന്റെ താക്കോല് സുരക്ഷിതമായിട്ട് സ്കൂട്ടറിനുള്ളിൽ തന്നെ സൂക്ഷിച്ചിരുന്നു എന്നാണ് സ്കൂട്ടറിന്റെ ഉടമ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇത് ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്നാൽ ഇത് കിട്ടിയത് വളരെ ആശ്വാസകരമാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ മോഷ്ടാവ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു. കാരണം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, തന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ഈ സ്കൂട്ടർ തിരികെ നൽകി എന്നുള്ളത് തന്നെ ഇതിന് ബോധ്യമാവുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കരുതാൻ കഴിയുമോ? കാരണം മാസ്ക് ധരിച്ച് ഒരാൾ വാഹനമെടുക്കാൻ എത്തുന്നു, അയാളുടെ ഉദ്ദേശം മോഷണം തന്നെ ആയിരിക്കാം. മാത്രമല്ല, എന്തായാലും രമ്യയെ സംബന്ധിച്ച്, ഈ സ്കൂട്ടർ ഉടമയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അവർക്ക് സ്കൂട്ടർ തിരികെ കിട്ടിയിട്ടുണ്ട്. ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? പോലീസിൻ്റെ തീരുമാനം എന്താണ്? കാരണം ഇത് മോഷണ വസ്തു തിരികെ എത്തിച്ചെങ്കിൽ പോലും ആദ്യം നടത്തിയ മോഷണം അതൊരു കുറ്റകൃത്യമാണ്. പോലീസ് ആ കേസ് എഴുതി തള്ളുമോ, അതോ മോഷണ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ബിനീഷ്? കരുനാഗപ്പള്ളി പോലീസിൽ പരാതി ലഭിച്ചപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇയാൾ മറ്റൊരു മോഷണവും കൂടി നടത്തി എന്നുള്ളതാണ്. ഈ സ്കൂട്ടർ മോഷ്ടിച്ചത് കൂടാതെ ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്ത് ഒരു മത്സ്യക്കച്ചവട ശാലയിൽ കയറി, ഒരു വിൽപ്പനശാലയിൽ കയറി അവിടെ നിന്ന് പണം അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിലെ CCTV പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും കരുനാഗപ്പള്ളി പോലീസിൽ ലഭ്യമാണ്. അപ്പോൾ മോഷ്ടാവ് തന്നെയാണ് ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്, അവരുടെ പരാതിയിൽ പറയുന്നുണ്ട്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള കളവുകൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും മോഷ്ടാവിനെ പിടികൂടിയേ മതിയാകുകയുള്ളൂ. ഇത്തരത്തിലുള്ള ചെറുതായാലും വലുതായാലും മോഷണ ശ്രമമായാലും അത് കുറ്റകൃത്യം തന്നെയാണ്. പോലീസ് അത്തരത്തിലുള്ള ആ ഒരു ഗൗരവത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ വലിയ തെളിവാണ്. അതിൽ കൃത്യമായിട്ട് ഇയാളുടെ മുഖവും വ്യക്തമാണ്. അപ്പോൾ പോലീസിന് അറിയാം, ഈ അടുത്ത സമയങ്ങളിൽ ഈ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി അല്ലെങ്കിൽ മോഷണവുമായി ബന്ധപ്പെട്ട് ഈ ചില മോഷ്ടാക്കളെ തന്നെ മോഷണ രീതികൾ പോലീസിന് വ്യക്തമാണ്. അങ്ങനെയാണോ കരുതുന്നത് ബിനീഷ്? ഇയാളൊരു സ്ഥിരം മോഷ്ടാവാണോ? ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? പോലീസിന് അറിയാൻ പോലീസിന് ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് ടോം. എന്തായാലും ഈ അടുത്ത സമയത്ത് ഈ മോഷണ കുറ്റങ്ങളൊക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ചില മോഷ്ടാക്കളുണ്ട്. ഇവരുടെ എല്ലാം ലിസ്റ്റുകൾ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കൾ ആയിട്ട് ഉള്ളവരുമായിട്ട് പോലീസ് കളക്ട് ചെയ്ത് അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്നാലും ഇയാൾ ഉടൻ തന്നെ പിടിയിലാകും എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് കൃത്യമായ ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്നും നമുക്കറിയാൻ കഴിയുന്നു കേട്ടോ.
വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ മോഷണ വസ്തു മോഷ്ടിച്ച സ്കൂട്ടർ അവിടെ തിരികെ കൊണ്ടുവന്ന് വെച്ചെങ്കിൽ പോലും ഈ കേസിൻ്റെ ഗൗരവം കുറയുന്നില്ല. കാരണം ഒരു മോഷണമാണ് ഇയാൾ നടത്തിയത്. സ്ഥിരം മോഷ്ടാവായിരിക്കാം, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളായിരിക്കാം. മോഷണം ലക്ഷ്യമിട്ട് തന്നെയാണ് അവിടെ എത്തിയതെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. പ്രതിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.